നമസ്കാരം. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്കുള്ള തൊഴിലവസരങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ആദ്യത്തെ റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പ് അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ യുവർ ഫസ്റ്റ് ജോബ് ബിഗിൻസ് അറ്റ് ഇന്ത്യാസ് ന്യൂവസ്റ്റ് പോർട്ട്. സ്ഥിരം ജോലിയെക്കുറിച്ചല്ല, പക്ഷെ ഒരു വർഷത്തെ ഒരു ട്രെയിനിങ്, തൊഴിലവസരം, ഒരു പോർട്ടിൽ ഒരു ട്രെയിനിങ് കിട്ടുക എന്ന് പറയുന്നത് ഒരു അപൂർവ അവസരമാണ്. അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് O&M ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് മേഖലയിൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമ ഹോൾഡേഴ്സ്, പിന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് ഗ്രാജുവേറ്റ്സ് ഇവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വർഷത്തെ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം അവർ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകത, പോർട്ടിൻ്റെ 10 കിലോമീറ്റർ ഡയമീറ്റർ അതിനുള്ളിൽ താമസിക്കുന്നവർക്കാണ് പ്രിഫറൻസ്. അവിടെ കുട്ടികളില്ലെങ്കിൽ അതിന് പുറത്തുള്ളവരെയും അവർ പരിഗണിക്കും. എന്തായാലും പോർട്ട് മേഖലയിൽ, കപ്പൽ മേഖലയിൽ ഒരു ട്രെയിനിങ്ങിന് പറ്റിയ ഒരു അവസരമാണ്. പ്രേക്ഷകർ അവരുടെ മക്കളെയോ ബന്ധുക്കളെയോ ഈ വിവരം അറിയിക്കുക. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ 47ാമത്തെ ന്യൂസ് ലെറ്ററിൻ്റെ ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അവസാനം അപ്ലൈ ചെയ്യേണ്ട തീയതി എന്താണ്, മറ്റ് വിവരങ്ങൾ എന്താണ്, വേതനം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ന്യൂസ് ലെറ്ററിൽ ലഭ്യമാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക. മുപ്പത് വർഷത്തെ കഥകൾ പറയാൻ 30 വർഷമൊന്നും വേണ്ട, 30 മാസമെങ്കിലും വേണ്ടി വരും. അത്രയധികം അനുഭവങ്ങളും കഥകളും വേദനകളും അല്പം സന്തോഷങ്ങളും ഒക്കെ ചേരുന്നതായിരുന്നു ഈ കഴിഞ്ഞ 30 വർഷത്തെ യാത്ര. ഞാൻ ഇന്ന് ആ യാത്രയിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്, ഇന്ന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുറച്ച് ദിവസത്തേക്കെങ്കിലും പോർട്ടിന്റെ ശത്രുക്കളാക്കി മാറ്റിയിരുന്നെങ്കിൽ ഒരു കാലത്ത് അവർ എല്ലാ അർത്ഥത്തിലും പോർട്ടിന് പിന്തുണ നൽകിയവരാണ്. കൃത്യം 2005 മെയ് മാസം 1 തൊഴിലാളി ദിനം, അന്ന് 2000 വള്ളങ്ങൾ കടലിൽ ഇറക്കി ഈ പ്രോജക്റ്റ് വേണം എന്നാവശ്യപ്പെട്ട ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അത്ര അധികം, കാരണം എന്താണ്, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തത്. എല്ലാ കാര്യവും ഒന്നും പറയുന്നില്ല. കടലിൽ 2000 വള്ളങ്ങൾ അണിനിരത്തുക എന്ന് പറയുന്നത് ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഞങ്ങളത് ചെയ്തു. 2000 തികഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനോടടുത്ത വള്ളങ്ങൾ ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റി. അത് തിരുവനന്തപുരം ജില്ലയിലെ മാത്രമാണ്, കേരളം മുഴുവനുമല്ല, തിരുവനന്തപുരം ജില്ലയിലെ മാത്രം. എനിക്ക് തോന്നുന്നു ആലപ്പാടുന്നോ മറ്റോ 1-2 വള്ളങ്ങൾ വന്നിരുന്നോ എന്നൊരു ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെയും കൂടി പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ എവിടെയും എത്തുന്നില്ല, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരുന്നില്ല, ഒരു നടപടിയും ഉണ്ടാവാതെ ഇങ്ങനെ കാരണം എന്താണ്, അതിൽ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എതിർക്കുന്നവർ, ചവിട്ടി താഴ്ത്തുന്നവർക്കാണ് മേൽക്കൈ അന്നും ഇന്നും. അതുകൊണ്ട് അവർ ആ ഫയൽ പൂഴ്ത്തും. പറഞ്ഞില്ലേ, 18 ഒബ്ജക്ഷൻസ് ആണ് ഒരു ചീഫ് സെക്രട്ടറി ഫയലിൽ എഴുതിയത്. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തടസ്സങ്ങളെ അതിജീവിക്കണമെങ്കിൽ ജനങ്ങളുടെ ശക്തി, ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് മാത്രമേ പറ്റൂ. നമുക്കൊരു പ്രതിപക്ഷത്തിനെയോ ഒരു ഗവൺമെന്റിനെയോ ഇത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ വലിയ പ്രയാസമായിരിക്കും. അതാണല്ലോ കപ്പൽശാലയ്ക്ക് സംഭവിക്കുന്നത്. 2008 തുടങ്ങിയിട്ട് ഇപ്പോഴും വേണ്ട എന്നുള്ള നിലപാടിൽ നിൽക്കുന്നവരെ ഞങ്ങൾ വരച്ച വരയിൽ കൊണ്ടുവന്നിരിക്കും എന്നുള്ളിടത്ത് ഈ 2000 വള്ളങ്ങളെ കടലിലിറക്കിയ അനുഭവം ചിലർക്കെങ്കിലും ഉപകാരപ്പെടും. അന്ന് ഞങ്ങളൊരു പ്രചരണത്തിന് വേണ്ടിയാണ്. മത്സ്യത്തൊഴിലാളികളും ഈ ആവശ്യം ഉന്നയിക്കുന്നു, ഒരു പൊതുസമൂഹം ഈ ആവശ്യം ഉന്നയിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്നുള്ള തരത്തിൽ തീർച്ചയായിട്ടും ഇതിന് ശ്രീ എം വി രാഘവന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അതേ വിഴിഞ്ഞത്ത് വന്ന് ഞങ്ങളുടെ ചില യോഗങ്ങളിൽ സംസാരിക്കുകയും ഉറപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇപ്പോഴും മറക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ 2000 വള്ളങ്ങൾ കടലിൽ ഇറക്കാൻ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് ദിവസങ്ങൾ തൊഴിലാളികളുമായിട്ട് നിരന്തരം സംസാരിക്കുമായിരുന്നു. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇതൊന്നുമല്ല, വള്ളം ഇറക്കുമ്പോൾ അതിന് ചെലവുണ്ട്, ചെലവ് എങ്ങനെ നിർവഹിക്കും, മണ്ണെണ്ണ ആര് തരും, എഞ്ചിൻ ആര് തരും,
ഞങ്ങൾക്ക് അന്ന് അവധി ദിവസമാണെങ്കിൽ പണിക്ക് പോകാൻ പറ്റില്ല തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊക്കെ നിരവധി പേർ, അന്ന് ജനപക്ഷമായിരുന്നു, വിമാക്ക് അല്ലെന്ന് ജനപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഓരോ ഗ്രാമങ്ങളിൽ പോയി മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച ഒരു വലിയ സംഘാടനമായിരുന്നു അത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം അതിരൂപതയുടെ വലിയ പങ്ക് അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം അന്ന് അവർക്ക് പോർട്ട് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രാമങ്ങളിലെ ഇടവകകളിലെ പുരോഹിതന്മാർ പലരും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി മത്സ്യത്തൊഴിലാളികളെ കടലിലോട്ട് വള്ളങ്ങളും കൊണ്ട് പോകാൻ അവരെ പ്രേരിപ്പിച്ചു. നന്ദിയോടെ ഓർക്കുന്ന ചില പേരുകളുണ്ട്. അതൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്നാൽ പോലും ഞങ്ങളെപ്പോലുള്ള ഒരു ഈർക്കൽ സംഘടനയ്ക്ക് ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് ഇന്നും ഒരു അതിശയമായി നിലനിൽക്കുന്നു. അതിന്റെ ചിത്രങ്ങൾ, അപൂർവം ചില ചിത്രങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. അങ്ങനെ 2000 വള്ളങ്ങൾ കടലിൽ ഇറക്കി ഈ പറയുന്ന സ്ലോഗൻ, വിഴിഞ്ഞം തുറമുഖമെന്ന് പറയുന്ന ആവശ്യം ജനകീയ ആവശ്യമാണെന്ന് ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കുവാൻ ഞങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഈ 2000 വള്ളങ്ങളുടെ ഒരു വേൾഡ് റെക്കോർഡ്. പക്ഷെ റെക്കോർഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഇതൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു ഏജൻസിക്കും അത് നിമിഷ നേരം കൊണ്ട് അതൊക്കെ ചിഹ്ന ഭിന്നമായി പോയി. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇത് ഒരു ലൈൻ പോലെയൊക്കെ വന്നെങ്കിലും പെട്ടെന്ന് അതൊക്കെ മാറി. കാരണം കടലാണ്, നമ്മുടെ കളിയൊന്നും അവിടെ നടക്കില്ല. അതൊക്കെ ഞങ്ങൾക്ക് ആ പാഠമൊക്കെ കടലിൽ നിന്ന് അന്ന് തന്നെ ലഭിക്കുകയുണ്ടായി. ഈ 2000ന്റെ കണക്ക് പറഞ്ഞപ്പോൾ വേറൊരു 2000 കൂടി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ തന്നെ പേഴ്സണലി, വ്യക്തിപരമായി പേന എടുത്തു വെച്ച് പോസ്റ്റ് കാർഡിൽ കത്തെഴുതി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷവും ഒരു ദിവസം മുടങ്ങാതെ അദ്ദേഹത്തിന് പോസ്റ്റ് കാർഡ് അയക്കുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖം, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഈസ് അവർ ബർത്ത് റൈറ്റ്. പ്ലീസ് ഡു വാട്ട് ബെസ്റ്റ് യു ക്യാൻ. ഈ 2 വരി വെച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ അന്ന് മുതൽ, അധികാരത്തിൽ വന്ന അന്ന് മുതൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോകുന്നത് വരെ ഞാൻ വ്യക്തിപരമായി ഒരു ദിവസം ഒരു പോസ്റ്റ് കാർഡ് അദ്ദേഹത്തിനും ഡോക്ടർ അബ്ദുൽ കലാം പ്രസിഡന്റായി വന്ന 5 വർഷം അദ്ദേഹത്തിനും അയക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വരെ തിരിച്ച് ഒരു മറുപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്വേഷണമോ അത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ 2000ന്റെ കണക്ക് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഓർക്കേണ്ടി വന്നതും പ്രേക്ഷകരുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ദിവസേന ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സെയിലിംഗ് കമന്ററിക്ക് പുറമെ തുറമുഖത്തിന് വേണ്ടി ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊരു ദിനചര്യ പോലെ അത് നടന്നുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ. ഇത്തരത്തിൽ കഴിഞ്ഞ 30 വർഷം വരെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഒടുവിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കം അവരുടെ കയ്യിൽ നിന്ന് മണ്ണെണ്ണ ചെലവഴിച്ച് അവരുടെ വള്ളവും അവരുടെ യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് കടലിൽ ഈ വള്ളച്ചങ്ങല തീർക്കുവാൻ വേണ്ടി ഇറങ്ങിയത്. അതെല്ലാം ചരിത്രത്തിൽ അവർക്കുള്ള സ്ഥാനം, അംഗീകാരം ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ നൽകിയേ തീരൂ. ട്രിവാൻഡ്രം ട്രാക്കത്തോണിൽ ഇത്തവണ ഏറ്റവും ഒടുവിൽ ഒരു കണ്ടെയ്നർ ഫോട്ടോ അയച്ചത് ജസ്റ്റിൻ JC എടത്വ, ആലപ്പുഴയിലെ ജസ്റ്റിനാണ് ഒരു കണ്ടെയ്നർ അയച്ചത് ഫോട്ടോ. ഇപ്പോഴും നമ്മൾ ഈ പോർട്ടിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഗേറ്റ് തുറക്കാത്തതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കണ്ടെയ്നർ കാനഡയിലെ മോൺട്രിയോളിൽ നിന്ന് സെപ്റ്റംബർ മാസമാണ് കേട്ടോ, സെപ്റ്റംബറിൽ തിരിച്ചത് ഇപ്പോഴും തൃശ്ശൂർ പാലിയേക്കര ടോൾ ഗേറ്റ് കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലിയിൽ വെച്ചാണ് ജസ്റ്റിൻ ഇത് ഫോട്ടോ എടുക്കുന്നത്. ഇപ്പോഴും യാത്ര തുടരുകയാണ്. ഏകദേശം 95 ദിവസം. നമ്മൾ 25 ദിവസം 26 ദിവസം കൊണ്ട് അമേരിക്കയിൽ നിന്ന് TRVയിൽ കണ്ടെയ്നർ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 95 ദിവസമായിട്ടും കണ്ടെയ്നർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. നമ്മുടെ ഇവിടെയുള്ള ഏതോ ഇറക്കുമതി ചെയ്ത ആളുകളാണ് അവർക്ക് ഈ റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് അടുത്ത വ്യാവസായിക ഉൽപ്പന്നമാക്കി മാറ്റേണ്ട ഒരു കണ്ടെയ്നർ 95-ാം ദിവസവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പ്രത്യേകത 25/11 നവംബർ മാസം 25-ാം തീയതി നമ്മുടെ പോർട്ടിൽ എത്തിയതാണ്, TRVയിൽ എത്തിയതാണ്. അവിടെ നിന്ന് അറിയാമല്ലോ ഏത് പോർട്ട് വഴിയായിരിക്കും യാത്ര തുടർന്ന്. ഇപ്പോൾ 13 ദിവസം കഴിഞ്ഞു. TRVയിൽ നിന്ന് നേരെ ഇറങ്ങിയെങ്കിൽ അടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ എത്തേണ്ടത് ഇപ്പോഴും 13 ദിവസമായിട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് ഇടത്തുവക്കാരൻ ജസ്റ്റിൻ്റെ ഈ ട്രിവാൻഡ്രം ട്രാക്കത്തോണിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരം.